2 persons who have professional experience in business, management, social work, finance, and so. അത് മുസ്ലിം ആണെന്ന് പറയുന്നില്ല. ജോയിന്റ് സെക്രട്ടറി ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡീലിംഗ് വിത്ത് ദ വഖഫ് ഓഫീസ്. അത് പിന്നെ ആരാണ് ഉദ്യോഗസ്ഥൻ അവരാവാം. 1 member ഓഫ് ദ ബാർ കൗൺസിൽ ഓഫ് ദ കൺസേൺ സ്റ്റേറ്റ്. നേരത്തെ അത് മുസ്ലിമാണ്, ഇതെല്ലാം മുസ്ലിമായിട്ട് നേരത്തെ. അത് അമൻഡ് ചെയ്തപ്പോ ഈ 3 കാറ്റഗറി മാത്രമാണ് മുസ്ലിം പാടുള്ളൂ. 3 എന്ന് പറഞ്ഞാൽ 4 പേര് വരും. അതിൽ മുസ്ലിം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ മുസ്ലിമിന് വയ്ക്കാമെന്ന പ്രൊവിസോ കൂടിയുണ്ട്. Provided further that 2 members of the board appointed by the subsection excluding ex officio member shall be non-Muslim. 2 പേർ നോൺ മുസ്ലിം ആകണമെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പോ മുസ്ലിം വേണമെങ്കിൽ ഈ ഇത് പ്രകാരം ഇപ്പോൾ ഗവൺമെന്റിന് വേണമെങ്കിൽ തീരുമാനിക്കാം മുസ്ലിം ഭൂരിപക്ഷമല്ലാത്ത ബോർഡും 14 പ്രകാരം രൂപീകരിക്കും. ഈ 3 പോയിന്റാണ് അതിശക്തമായി കേരളം സുപ്രീം കോടതിയിൽ പറഞ്ഞത്. ഇപ്പൊ കേസെടുക്കുമ്പോൾ എന്ത് വരും? ഇത് വിധി വന്നിട്ടില്ല, ഇൻട്രീം ഓർഡറാണ്, ഇത് സ്പർശിച്ചിട്ടില്ല. ഇപ്പൊ കേസെടുക്കുമ്പോ കേരളം ഈ 14 പറഞ്ഞാൽ നേരെ കേന്ദ്രം വായിക്കാൻ പോകുമ്പോൾ എന്തായിരിക്കും? ഇവരുടെ അഫിഡാവിറ്റ്. അതിൽ ആദ്യം തന്നെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ടേക്ക് ഇൻ നോട്ട് ഓഫ് ഓൾ ദ അബവ് ഫാക്ട്സ് ആൻഡ് ഇൻഫേമിറ്റീസ് ദ ഗവൺമെന്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട് ദ ബോർഡ് സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് വിത്ത് സെക്ഷൻ 14. എന്നിട്ട് പൂർണ്ണമായിട്ടും 14ന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇതാണ് സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14. പൂർണ്ണമായിട്ടും 14ന്റെ ഇതനുസരിച്ച്. ഇനിയിപ്പോ അങ്ങനെ അല്ലാതെ അവർക്ക് വയ്ക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോ ഹൈക്കോടതിയുടെ ഓർഡർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലും കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ ആദ്യ ഭാഗത്ത് റെസ്പോണ്ടന്റ് 2 സമ്മതിച്ചിരിക്കുന്നു ചീഫ് സെക്രട്ടറി ഗവൺമെന്റിന് വേണ്ടി ഈ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിർബന്ധിതമായിട്ട് പോവാന്ന്. അതിനകത്ത് സെക്ഷൻ 14 സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് അതിന്റെ മാൻഡേറ്റുമായി ബന്ധപ്പെട്ട് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. അപ്പോ അതിന്റെ അർത്ഥം നമ്മൾ ഉന്നയിച്ച ആ പ്രശ്നം ഇനി അവിടെ ഉന്നയിക്കാൻ പറ്റില്ല. നേരത്തെ കേരള ഗവൺമെന്റ് 2 പേരെ പിന്നെ നോമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞിരുന്നത്. കാരണം മുസ്ലിം അല്ലാത്തവർ പാടില്ല എന്നതുകൊണ്ടാണ്. ആ നോട്ടിഫിക്കേഷൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അന്നത്തെ നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുണ്ട് ഈ സെക്ഷൻ 14 ആണെങ്കിലും അതിനകത്ത് 2 മെമ്പർമാരെ പിന്നീടാണ് ഈ നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 ഒഴിവാക്കിയത്. ആ 2 ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുകൊണ്ടാണ് BJPയുടെ വൈസ് പ്രസിഡന്റ് കേസ് കൊടുക്കുന്നത്. കേരളത്തിലല്ല ലോകത്തിലെ നീതിന്യായ സംവിധാനത്തിൽ അത്യപൂർവമായ കേസാണിത്. വാദിയും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒന്നിച്ച് നിന്ന് വഖഫ് ബോർഡ് ഒഴികെ 3 കൂട്ടർ ഒന്നിച്ച് ഒരേ നിലപാട് സ്വീകരിച്ചു. അപ്പൊ അതിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കണ്ടു ലീഗ് ഇത് അറിഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെയാണ് വലിയ പ്രശ്നമായിരിക്കും. കാരണം നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത് വഖഫിന്റെ സെക്രട്ടറിയാണ്, വഖഫ് വകുപ്പാണ് ഇറക്കിയിരിക്കുന്നത്, അവരുടെ കീഴിലാണ്. അത് മുസ്ലിം ലീഗിന്റെ മന്ത്രി കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം അറിയാതെയാണ് ഇറക്കിയെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ശരിയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ അവിടെ ഇരിക്കുക എന്നുള്ളത് വലിയ കഷ്ടമായ കാര്യമായിരിക്കും. ഇനി അദ്ദേഹത്തോട് ആലോചിക്കാതെ ആരെങ്കിലും ഇറക്കിയെങ്കിൽ കൂട്ടായ ഉത്തരവാദിത്തം അതോടുകൂടി മന്ത്രിസഭയ്ക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ ഈ അഫിഡാവിറ്റ് നോക്കിക്കഴിഞ്ഞപ്പോ, അഫിഡാവിറ്റ് അല്ല ഈ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞപ്പോ ആ സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ടിരിക്കുന്നത് PM സനീറാണ്, സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ ടു എ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ. അപ്പോ മുസ്ലിം ലീഗിന്റെ നോമിനി ആയിട്ടുള്ള അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മുസ്ലിം ലീഗ് നോമിനി ആയിട്ടുള്ള സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറാണ് ഈ പൊസിഷൻ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് മുസ്ലിം താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടി അല്ല എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കല്ലേ. മതന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കുന്നില്ല, മുസ്ലിം താല്പര്യം സംരക്ഷിക്കുന്നില്ല. തങ്ങളുടെ കൂട്ടത്തിൽ 1-2 പേരെ എങ്ങനെയെങ്കിലും ഈ വഖഫ് ബോർഡിനകത്ത് തിരികെ കയറ്റാൻ കഴിയുമോ എന്ന ഒറ്റ സങ്കുചിത ലക്ഷ്യത്തിന് വേണ്ടി വിശാലമായിട്ടുള്ള താല്പര്യങ്ങളാകെ ബലി കഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ കാര്യം. നിയമസഭയിൽ ഒന്നിച്ചാണ് കഴിഞ്ഞ ഗവൺമെന്റ് ഉള്ളപ്പോൾ പ്രമേയമെല്ലാം പാസ്സാക്കിയത്. ആ അന്തസത്ത മുഴുവൻ കഴിഞ്ഞ ഗവൺമെന്റ് കൊടുത്ത അഫിഡാവിറ്റിനകത്തുണ്ട്. അപ്പൊ അതാണ് ഗൗരവമായി തന്നെ കാണേണ്ട കാര്യം. കേരളത്തിന്റെ പൊസിഷൻ ഈ 2 വേക്കൻസി പിന്നീട് ഫില്ല് ചെയ്യാം എന്നെടുത്തിരിക്കുന്നത് മാറ്റി ഞങ്ങൾ പൂർണ്ണമായും ഇതിനനുസരിച്ച് സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് ടു ദ മാൻഡേറ്റ് ഓഫ് ദ സെക്ഷൻ 14 എന്ന് പറഞ്ഞതോടുകൂടി മുസ്ലിം ലീഗും UDF-ഉം എവിടെ നിന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ഡീല് BJP സർക്കാർ പോലും കാണിക്കാത്ത അത്രയും താല്പര്യമാണ് കേന്ദ്രത്തിന്റെ ഇത്തരം കാര്യങ്ങളോട് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ PM ശ്രീയിൽ കണ്ടു,
PM ശ്രീ ഞങ്ങൾ ഒപ്പുവെച്ചു, ഗവൺമെന്റ് ഒപ്പുവെച്ചു, വകുപ്പ് ഒപ്പുവെച്ചു, ക്യാബിനറ്റ് ചർച്ച ചെയ്തു, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല, ക്യാപ്റ്റൻ അബയൻസ് പറഞ്ഞു, അത് ഗവൺമെന്റിന് അറിയിച്ചു. അതിനുശേഷം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല. ഞങ്ങൾ ഒപ്പുവെച്ചതിനൊക്കെ അവർ ഇനി അധിക്ഷേപിച്ചോട്ടെ, ഗവൺമെന്റിന്റെ വകുപ്പ് അങ്ങനെ ചെയ്തു. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് അവർ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. പക്ഷെ അവരെവിടെ നിൽക്കുന്നു, അതിന് അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് ഞങ്ങൾ പോവില്ല എന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പറയണ്ടേ. RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഡീൽ PM ശ്രീയിലൂടെ നടപ്പിലാക്കി. അതിന് ഉള്ള എല്ലാ ശ്രമങ്ങളാണ് കഴിഞ്ഞ ഗവൺമെന്റ് നടത്തിയതെന്നായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രചാരവേല. ഞങ്ങളുടെ അധിക്ഷേപം തുടർന്നോട്ടെ, ഏറ്റവും ചുരുങ്ങിയത് അവിടെ എവിടെ നിൽക്കുന്നു, എവിടെയാണോ നിൽക്കുന്നത്, അതിന്റെ ഒരു ഇഞ്ച് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് പറയേണ്ടതിന് പകരം പൂർണ്ണമായിട്ടും PMCയുടെ നടത്തിപ്പുകാരായി മാറുന്ന ഒരവസ്ഥയും, അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു BJP ഡീൽ യഥാർത്ഥത്തിൽ ആര് തമ്മിലായിരുന്നു എന്ന് വ്യക്തമാക്കുമ്പോഴാണ് അതിൽ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ഗൗരവമായ പ്രശ്നമാണ് സങ്കുചിതമായ ഒരു താല്പര്യം. തങ്ങൾക്ക് ഇഷ്ടം ഇല്ലാത്ത ആളുകളെ മാറ്റി ഇഷ്ടമുള്ള ആളുകളെ തിരികെ കയറ്റാനുള്ള ഒറ്റ ലക്ഷ്യം വെച്ച് ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന, നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തെ ദുർബലപ്പെടുത്തുന്ന, പാർലമെന്റിൽ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചെടുത്ത നിലപാടിനെ ദുർബലപ്പെടുത്തുന്ന സമീപനം ഇപ്പൊ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് KC വേണുഗോപാലിന്റെ സംശയം ഇനി സംശയമായി കാണേണ്ടതില്ല. അദ്ദേഹം ചോദിച്ചല്ലോ കേരളത്തിൽ ഇപ്പോൾ BJP സർക്കാരാണോ എന്ന് ചോദിച്ചത്. സംശയമായി കാണേണ്ടതില്ല, പ്രയോഗത്തിൽ BJP സർക്കാരായി തന്നെ ഇപ്പോഴത്തെ UDF സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.